നല്ല രുചിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? കൈ കൊടുക്കും. ആ ഇത് കൊതിപ്പിക്കും, അതിന് യാതൊരു സംശയമില്ല. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റമായിരുന്നു നമ്മൾ ചെയ്യുന്നത്. എന്താണെന്നറിയോ? ബീഫ് കൊണ്ടാട്ടം. നമ്മൾ ആ ഒരു ഐറ്റം ചെയ്തിട്ടേ ഇല്ല. ഇതിന് മുമ്പ് പല രീതിയിലുള്ള ബീഫ് കൊണ്ടുള്ള ഒരുപാട് ഐറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബീഫ് കൊണ്ടാട്ടം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സമയങ്ങളത് ആ ബീഫ് കൊണ്ടാട്ടം, ആ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള ബീഫ് കൊണ്ടാട്ടം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ അതിന് വേണ്ടി 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ബീഫ് അരിഞ്ഞെടുക്കുന്നത് വലിയ വലുപ്പമായിട്ടൊന്നുമില്ല, ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞുകൊണ്ടെടുക്കുക. നെയ്യുണ്ട്, പിന്നെ അതിനകത്ത് ചവുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെത്തി കളയണം. ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ബീഫെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴുകിക്കൊണ്ട് വരാം. ആ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ട് വരാം. അപ്പം ഞാൻ കഴുകിക്കൊണ്ട് വരട്ടെ. ആ കട്ടത്തടി ഇതെല്ലാം കൂടെ കൊണ്ടുപോട്ടെ, കഴുകിക്കൊണ്ട് വരട്ടെ. കുറേ സമയം കൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ് ബീഫ്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. ഇനി നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യത്തിലുള്ള കുറച്ച് പൊടികളൊക്കെ ആദ്യമേ അങ്ങോട്ട് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അതിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതിനങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ പൊടികളൊക്കെ നമുക്ക് പിന്നീട് കുറച്ചുകൂടെ ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചെറിയ അളവിലാണ് ഞാൻ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കിയാണ്. ചില ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച്. ആ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മതി. കാര്യം ബീഫിൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലോ, അത് ഇറങ്ങിക്കൊള്ളു. കാര്യം കുക്കറിനകത്ത് ആകുമ്പോഴത്തേക്ക് അല്പം വെള്ളം വേണം. ആ അപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ ഇനി ഇതൊന്ന് അടച്ചു അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടുപ്പത്തോട്ട് വെക്കാം. ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം വെന്തോ ഇല്ലല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് ഒരുപാടൊക്കെ വെന്ത് പോകണ്ട. ഒരു 80 അല്ലെ 90% വേവ് മാത്രം മതി കേട്ടോ. കാര്യം ബാക്കി വേവ് നമ്മളത് റെഡി ആക്കുമ്പോഴത്തേക്ക് വേഗണ്ടാണ്, ഒത്തിരി വെന്ത് പോകണ്ട. അതുകൊണ്ട് ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ആ ഒരു 6 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് അടുപ്പം നിർത്താം. ഇനി ഇത് തണുക്കുക എന്നുള്ളതാണ്. തണുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ തണുക്കുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമുള്ള സാധനമൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കട്ടെ. ഇപ്പോഴത്തെ കുക്കറൊക്കെ തണുത്തിട്ടുണ്ട്, തുറന്ന്. ഇപ്പം നമ്മൾ ഈ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഇറച്ചിയാണ് നമുക്ക് നോക്കാം എവിടം വരെ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിക്ക് വെന്തതിന് ശേഷം ഈ ഇറച്ചി കോരിയും എടുക്കാം. കോരി നേരെ ബേസിൻ്റെ അകത്തോട്ടിടാം. ഇപ്പോൾ ഇറച്ചിയൊക്കെ നമ്മൾ ഈ ബേസിൻ്റെ അകത്തോട്ട് കോരി ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യമേ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയാണ്, ഗരം മസാലപ്പൊടി, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി അത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാവുന്നതാണ്, അതായത് നമ്മുടെ എരിവിന് പാകത്തിന്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദയാണ്. മൈദയോ അരിപ്പൊടിയോ ചേർക്കാവുന്നതാണ്. ഞാൻ മൈദ എടുക്കുന്നത്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവറാണ്, അതും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരല്പം ചെറുനാരങ്ങയുടെ നീര്, ചെറുനാരങ്ങ നീരോ വിനാഗിരിയോ ചേർക്കാവുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില അതും കൂടെ അങ്ങോട്ട് ഊരി ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഇട്ടു. ഇപ്പോൾ ഇറച്ചിക്കൊക്കെ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല.
ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴിമുട്ടയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമുക്ക് മൈദയും കോൺഫ്ലവറൊക്കെ ഇട്ടല്ലേ ഒരല്പം ഇറച്ചിയുടെ ആ വെന്ത ചാറ് ഇത് ഒരല്പം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ആ അതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഞാൻ ഇളക്കിയൊന്നുമില്ല, കാര്യം എന്നാലേ ഇത് പിടിക്കത്തുള്ളൂ. ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഇത് പിടിക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അമക്കി വെക്കുക. നമ്മൾ ചെയ്യുന്ന ഐറ്റം അറിയാമല്ലോ, കൊണ്ടാട്ടം അറിയാമോ? കൊണ്ടാട്ടം എനിക്കറിയത്തില്ല. ഇതിപ്പോൾ അതല്ല ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത് എന്നാ ചെയ്യുന്നതെന്ന്. ഇത് പലർക്കും ഈ ഒരു ഐറ്റം ചെയ്യാൻ അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അറിയാൻ പറ്റാറുണ്ടെങ്കിൽ നോക്കിക്കോണം കേട്ടോ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് ബീഫെ പിടിക്കാൻ വേണ്ടിയാണ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. വെൽക്കം ബാക്ക്. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. വേണ്ട അരമണിക്കൂറായതിനു ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കും. അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു കടായി അടുപ്പത്തോട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഞാനായാലും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. രുചിയാണ്, കാര്യം നിരപ്പ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം വേണം ഇത് നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് കോരി അടച്ച് ഇളക്കി കൊടുത്ത് വിശേഷ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക അല്ലേ. ഈസ്റ്റർ പോലുള്ള ദിവസങ്ങളൊക്കെ ആൾക്കാർക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളായിരിക്കും ഈസ്റ്ററിന് അല്ലേ. പ്രത്യേകിച്ച് ഇറച്ചി ഇല്ലാതെ എന്ത് ഈസ്റ്റർ അല്ലേ. ഇറച്ചി, താറാവ്, അതുപോലെ മട്ടനൊക്കെ എല്ലാവരും അടുക്കള അടിച്ച് തകർക്കും അന്നത്തെ ദിവസം. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു പക്ഷേ ബീഫ് കൊണ്ടാട്ടം നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ബീഫ് ശരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകണം. എന്നാൽ ഒത്തിരി ഫ്രൈ ആകേണ്ട കാര്യമില്ല, ഒരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ആക്കണം. അതായത് ഈ ഇറച്ചിയുടെ കളറൊക്കെ ഒന്നും മാറത്തില്ല, നമുക്കറിയാമല്ലോ ഫ്രൈ ആകുന്നത്. ആ ഒരു രീതിക്ക് ഒന്ന് ഫ്രൈ ആക്കണം, ഒത്തിരി കട്ടിയാവുകയും ചെയ്യും. ഇതുണ്ട് ഇപ്പം വേണ്ട ആ ഒരു മീഡിയം രീതി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇത്രയും ഒരു രീതിയിലായി കഴിയുമ്പോഴത്തേക്ക് ഇത് കോരിയെടുക്കാം. വേണ്ട ഈ ഒരു രീതിക്ക് അങ്ങോട്ട് കോരി ഇതേപോലെ എടുത്ത പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണയൊക്കെ നിർത്തി ഇതേപോലെ കോരി അങ്ങോട്ട് ഇടും. ഇതേപോലെ തന്നെ ബാക്കി ഇവിടെ നിന്ന് പൊരിച്ചെടുക്കും. ആ അപ്പോൾ ബീഫെല്ലാം ഈ ഒരു രീതിക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിടിക്കട്ടെ. ഇത് ഏകദേശം ഒരു മീഡിയം രീതിയിൽ 4 സബോളയുണ്ട്. ഇതേപോലെ കനം കുറച്ച് അരച്ച് വെച്ചിരിക്കുന്നത് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഈ സബോളയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ സബോള ഈ എണ്ണയ്ക്കകത്തോട്ടൊന്ന് വറുത്തെടുക്കണം. സബോളയ്ക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി ആണെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് ഒന്ന് വറുത്തെടുക്കും. അപ്പം നല്ല പറഞ്ഞ് ഇളക്കി നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കും. അപ്പോൾ സവോളയൊക്കെ ഇതേപോലെ ചുമന്ന് വരുന്നുണ്ട്. കറിവേപ്പിലയോട് ഊരിയില്ലാത്തിട്ട് ഇതിങ്ങോട്ട് കോരിയെടുക്കുക. ഇതിൻ്റെ അകത്ത് ഇത് റെഡിയാക്കാൻ പറ്റുകയല്ല, കാര്യം ചെറിയ പാത്രമല്ലേ. ഞാൻ വേറെ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റുകയാണ്. ഈ എണ്ണ കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ആ മതി, കുറച്ചെണ്ണ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതങ്ങോട്ട് വെക്കും. ഇതിനകത്താകുമ്പോൾ കൊള്ളും. നമ്മൾ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോഴത്തേക്കും മറ്റുള്ള രീതിയിലല്ല, തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുകയല്ല. അല്പസമയം എടുത്ത് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന രീതി ഇതാണ്. അതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഒരു പിടി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടു. അപ്പോൾ വേറെ എണ്ണ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ ബീഫ് വറുത്തതിൻ്റെ എണ്ണ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ചേർത്ത പോലെ തന്നെ ഇതേപോലെ കുറച്ച് ഇഞ്ചി ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഇഞ്ചിയും കൂടി ഇതിനകത്ത്. ഇനി അതെല്ലാം രണ്ടും കൂടെ ഒന്ന് മൂക്കട്ടെ. കൂട്ടത്തിൽ 2 പച്ചമുളകും ഉണ്ട് അല്ലേ.
അവിടുത്തെ പച്ചമുളകോടെ കീറി നമുക്ക് രണ്ടായിട്ട് കീറിയിടാം അല്ലേ? ഇതേപോലെ രണ്ടായിട്ട് കീറി. അപ്പോൾ എരിവ് ഞാൻ നേരത്തെ പറയാണ്, എരിവ് നമ്മുടെ പാകത്തിന് ചേർക്കാവുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ എരിവ് അതേ ചേർക്കല്ലേ. ഞാൻ ഒരു 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കും. വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ഈ ബീഫിൻ്റെ അകത്ത് വറുത്ത് ഇട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. തീ കുറച്ച് വെക്കണം. ഇനിയാണ് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ബീഫിനൊക്കെ നമ്മൾ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ബാക്കി കൂടെ നമുക്ക് എടുക്കണം. ഇതുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി തന്നെയാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ എരിവ് അധികം ഇല്ലല്ലോ. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാലപ്പൊടി തന്നെ. നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് എരിവ് നമ്മൾ പാകത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച ശേഷം വേണം പൊടികളൊക്കെ ചേർക്കാൻ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ ചേർത്ത ശേഷം നമ്മൾ നേരത്തെ ഇറച്ചിയുടെ വെള്ളമില്ലേ, ഇതാണ്, അത് അല്പം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചേക്കാം അല്ലേ? അതങ്ങ് ഒഴിച്ചിട്ടുണ്ട്. കാര്യം ഇറച്ചിയുടെ ചാറ് കളയേണ്ട കാര്യമില്ല. ഇറച്ചിയുടെ ചാറ് ഒഴിച്ചതിന് ശേഷം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് ഇട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ സവാള വറുത്തില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇച്ചിരി മുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം എണ്ണയോട് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഞാനിപ്പോൾ എണ്ണ എടുത്തില്ലെന്നുള്ളൂ. പക്ഷേ ഈ ഉണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്നിരിക്കട്ടെ. കാര്യം നല്ലപോലെ ഒന്ന് ആവി കയറണം. നമ്മൾ നല്ലപോലെ ഒന്ന് ആവി കയറാൻ വേണ്ടി മൂടി വെച്ചാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റായി. തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം നല്ല ടേസ്റ്റോട് കൂടി തന്നെ തേയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പങ്ങ് നിർത്താം. ഇത് തീർച്ചയായിട്ടും ഇത് കൊതിപ്പിക്കും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള മസാലയും ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. എരിവ് കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല. കാര്യം നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബീഫ് ഇഷ്ടമല്ലേ? കഴി ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി. ബീഫ് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടെന്ന്. നല്ല രുചിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അടിപൊളി സാധനം. സംഗതി ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കാര്യം എന്നാണെന്നറിയാം, ഇതിപ്പം നമ്മുടെ ഇപ്പോൾ പ്രേക്ഷകരാലൊക്കെ ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ്. പിന്നെ ഒരല്പം സമയം എടുത്ത് വേണം, ധൃതി പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വളരെ ക്ഷമയോടുകൂടി തന്നെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റോടുകൂടി തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് ഐറ്റങ്ങളൊക്കെ ചെയ്തതല്ലേ, പലപ്പോഴും ഇതുമൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം. ബൈ.